മനാഫക്ക് അത്ര കഷ്ടപ്പാട് പെട്ടിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്, അർജുൻ ചേട്ടന് വേണ്ടിയിട്ട്. ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി ഒരു ലോറി ഉടമ ഇങ്ങനെ ചെയ്യില്ല കേരളത്തിലല്ല, ഇന്ത്യയിൽ. 20 ദിവസം മനാഫക്ക അർജുൻ ചേട്ടന്റെ വണ്ടിയിലാ വന്നിരുന്നു. ഒരുമിച്ച് വന്ന് അളിയന്റെ KL11 വണ്ടിയിലാവും, വൈറ്റ് വണ്ടിയിൽ വന്നിട്ട് പൂവിലും വരലപ്പോ ഒരു വണ്ടിയിലായിരുന്നു. പിന്നെ അങ്ങോട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ടൊക്കെ ആയി. പക്ഷെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മേനും നമ്മള് അതിൽ ഉൾപ്പെടുത്തും. ഈ അച്ഛനമ്മയും അറിഞ്ഞിട്ടില്ല പകുതി കാര്യം. ഇവിടെ അളിയൻ മാധ്യമക്കാരോട് ജിതിൻ പ്രസ്സുകാരോട് പറഞ്ഞിട്ട് പ്രസ്സുകാരൻ എന്നോട് പറഞ്ഞു. നിങ്ങൾ അവിടുന്ന് പായിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു? അതാണ് അവിടെ നടന്നത്. എന്ത് ശിരൂരിൽ തെരച്ചിൽ നടത്തുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ തെരച്ചിൽ നിർത്തിക്കഴിഞ്ഞാൽ അർജുന്റെ അളിയൻ പോവും, മനാഫ് രാത്രി വരെ അവിടെ ഉണ്ടാവും. എന്തിനും ഞാനപ്പോ എന്തെങ്കിലും ഒരു ആവശ്യം, മനാഫക്ക ഇവിടെ JCB 2-3 രാത്രി വന്നിട്ടുണ്ട്. അപ്പൊ മനാഫ് പറയും ഇപ്പൊ വരാം രാവിലെ തൊട്ട് ആള് വണ്ടി എടുത്ത് വരും. അപ്പൊ നമ്മളോടൊപ്പം തന്നെ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ മുമ്പിലൊക്കെ നോക്കി മനസ്സിലാക്കി. രാത്രി കാലങ്ങളിൽ നിങ്ങൾ എന്തിനാണ് 12 മണി വരെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു? അതെ, എവിടെ ഉണ്ടായിരുന്നു? ഞാൻ കിടക്കണ കടത്തന്നേരം അവിടെ നിന്നിട്ട് ഇക്കാനെ ഫോൺ ചെയ്യും. ഇക്ക അങ്കോളയില് ഇക്ക വാടകയിലിട്ട് മാസം 1500. അപ്പൊ അവിടുന്ന് പിടിച്ചേക്ക് പെട്ടെന്ന് തന്നെ വരും. അപ്പൊ ഇക്ക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ ഞാൻ കിടക്കണ കടയുടെ ഉമ്മർത്ത് കൂടെ ഷിരൂര് ഭാഗത്തേക്ക് ഒരു JCB പോയിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രി 12 മണിക്ക് മഴയും കൊണ്ട് ആ JCB പിന്നാലെ പോകും. അവിടെ എന്തെങ്കിലും നടക്കണോ, അവിടെ കള്ളത്തരം ചെയ്യാൻ പോകണുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. എന്തുകൊണ്ടാണ് നിങ്ങളെ പേടിച്ചത്? എന്തിനാണ് എന്ത് കള്ളത്തരാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തെളിവ് നശിപ്പിക്കാൻ നോക്കും കർണാടക സർക്കാർ. പേടിയുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് പേടി അല്ല, പേടിയുണ്ടായിരുന്നോ നിങ്ങൾക്ക്? തെളിവ് നശിപ്പിക്കുന്നുള്ള ധാരണ ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഞാൻ അവിടെ നിന്നത്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, മുന്നേ പറഞ്ഞല്ലോ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടവറ് ഈ ചായക്കട നിന്നിരുന്ന സ്ഥാനത്ത് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരു ക്രെയിൻ കെട്ടി വലിക്കാനോ വണ്ടി കറക്കിയാറ്റാനോ പറ്റില്ല. കറണ്ട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴയില് ഗംഗാവാലി പുഴയില് ഈശ്വർമാൽപ്പണ്ണൻ ഇറങ്ങിയ സമയത്ത് വരെ കറണ്ട് പ്രവഹിച്ചിരുന്നു. എന്നിട്ടും എർത്തടിച്ചിട്ട് വരെ ആ മനുഷ്യൻ ബുദ്ധിമുട്ടി ആ ലെവലിലേക്ക്. ഞാൻ ചോദിക്കുന്നത്, അർജുന്റെ അളിയനും മനാഫുമായി മുൻപ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ താങ്കളുടെ അറിവിൽ? മുൻപ് ഒരു ആദ്യ ഒരു 20 ദിവസം മനാഫക്ക അർജുൻ ചേട്ടന്റെ വണ്ടിയിലാ വന്നിരുന്നു. ഒരുമിച്ച് വന്ന് അർജുന്റെ അളിയന്റെ KL11 വണ്ടിയിലാവും, വൈറ്റ് വണ്ടിയിൽ വന്നിട്ട് പൂവിലും വരലപ്പോ ഒരു വണ്ടിയിലായിരുന്നു. പിന്നെ അങ്ങോട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ടൊക്കെ ആയി. പക്ഷെ അതെന്താണെന്ന് എനിക്കറിയില്ല, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരാളിങ്ങനെ കുറ്റാരോപിതനാക്കിയിട്ട് ചവിട്ടി താത്താൻ പാടില്ല. മനാഫക്ക് അത്ര കഷ്ടപ്പാട് പെട്ടിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്, അർജുൻ ചേട്ടന് വേണ്ടിയിട്ട്. ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി ഒരു ലോറി ഉടമ ഇങ്ങനെ ചെയ്യില്ല കേരളത്തിലല്ല, ഇന്ത്യയിൽ. അവര് തടി തപ്പാനാ നോക്കുക. പക്ഷെ മനാഫക്ക നിന്നത് അവിടെ സ്വന്തം ജ്യേഷ്ഠനെ രക്ഷിക്കല്ല, ഏതൊരു രീതിയിൽ കിട്ടിയാലും അമ്മയുടെ മുൻപിൽ എത്തിക്കുക എന്നൊരു ഉറച്ച വിശ്വാസത്തോടെ മനദാർഢ്യത്തോടു കൂടി നിന്നതാണ് നമ്മുടെ മനാഫക്ക. ആ മനാഫക്കാനെ കേരളം ഒന്നാകെ ഏറ്റെടുക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും തള്ളി പറയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ പറഞ്ഞു അർജുൻ ചേട്ടന്റെ അളിയൻ, കുടുംബം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അർജുൻ ചേട്ടന്റെ അളിയനാണ് ഇതൊക്കെ പറഞ്ഞത്. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മേനും നമ്മള് അതിൽ ഉൾപ്പെടുത്തും. ഈ അച്ഛനമ്മയും അറിഞ്ഞിട്ടില്ല പകുതി കാര്യങ്ങൾ. ഇവരല്ല പറയുന്നത്, ജിതിനാണ് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം എല്ലാ കാര്യങ്ങളും അധികം പറഞ്ഞ് പിടിപ്പിച്ചേക്കാണ് കാര്യങ്ങൾ. ഈ അച്ഛനമ്മയ്ക്കും അറിയില്ല പല കാര്യങ്ങളും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ പത്രസമ്മേളനത്തിന് ന്യൂസുകാരെ വിളിച്ചു വരുത്തി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡ്രഡ്ജിങ്ങിനും അവിടെ എല്ലാവരും സഹകരിച്ച പോലീസുകാര്, മീഡിയ അറ്റൻഷൻ ആൾക്കാർക്ക്, ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയൊരു മീഡിയ അറ്റൻഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയക്കാരെ വിളിച്ചു വരുത്തിയിട്ട് മനാഫക്കാനെ നാണം കെടുത്തി വിട്ടത്. ചെയ്യുന്നവർ ചെയ്തോട്ടെ, ഞാൻ പറഞ്ഞു ഇക്ക തളരരുത് ഒരിക്കലും. ഇക്ക അർജുൻ ചാന്റെ ബോഡി വീട്ടിൽ വന്നിട്ട് കരഞ്ഞു തളർന്ന സമയത്ത് ഞാൻ പറഞ്ഞു
നമ്മൾ ആദ്യ കാലങ്ങളിലോട്ട് അവിടെ ഉണ്ടായിരുന്നു ഷീരൂര്. നിങ്ങൾ രണ്ടുപേരുമല്ലേ അർജുന്റെ ബോഡി ആദ്യം കണ്ടത്? അതെ അല്ലെ, എടുത്തുകൊണ്ട് ലോറി ആദ്യം കണ്ടത് നിങ്ങളല്ലേ? അതെ അതെ. എടുത്തുകൊണ്ടുള്ള സാധനം നിങ്ങൾ കണ്ടതല്ലേ? ഞങ്ങള് ഞാൻ പറയുന്നത് സ്കൂബ ബോട്ടിൽ ഞാൻ പറയുന്നത് ഇത്രയേറെ രീതിയിലേക്ക് മനാഫ് ഈ ഒരു അർജുന് വേണ്ടി പ്രവർത്തിച്ച രീതിക്ക് എന്തോ ആവട്ടെ, മനുഷ്യൻ പ്രവർത്തിക്കുന്നതാണല്ലോ നമ്മൾ കാണുന്നത്. അതെ. നമുക്കൊരു മനുഷ്യനെ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇല്ല, ബാബു ഇത്ര സമയമായിട്ട് കല്യാണം കഴിക്കാതെ ഈ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറഞ്ഞ ബാബുവിന്റെ ഇഷ്ടമാണ്. അതെ. അതിന് എനിക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇന്ന് നിങ്ങൾക്ക് അത് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിയുള്ളൂ. ഞാൻ പറയുന്നത് മനാഫിന്റെ റോള് 100% അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള പക്ഷേ സ്ഥിരപ്പെടുത്തുന്നതിലല്ല. എനിക്കൊരു കുറ്റം പറയാനുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അർജുൻ ചേട്ടന്റെ അളിയൻ മാധ്യമക്കാരോട് പറഞ്ഞിട്ട് മാധ്യമക്കാരൻ എന്നോട് ചോദിച്ചു, കാസർഗോഡ് മാതൃഭൂമി റിപ്പോർട്ടർക്കാരൻ എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ നിനക്ക് വീട്ടിൽ പോകാറായില്ല? അപ്പൊ ഞാൻ പറഞ്ഞു, ഒറ്റ മറുപടി പറഞ്ഞോളൂ, ഞാൻ നിങ്ങളുടെ ആരുടെയും ചെലവിലല്ല ഇവിടെ അർജുന്റെ അളിയൻ മാധ്യമക്കാരോട് ജിതിൻ പ്രസ്സുകാരോട് പറഞ്ഞിട്ട് പ്രസ്സുകാരൻ എന്നോട് പറഞ്ഞു. നിങ്ങൾ അവിടുന്ന് പായിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു? അതാണ് അവിടെ നടന്നത്. എന്ത് കാരണം വെച്ചാൽ എന്നോട് മാധ്യമക്കാര് പറഞ്ഞു, എന്തിനാ ഇവിടെ നിൽക്കണത്, നിനക്ക് പോക്കൂടെ, ആർക്ക് വേണ്ടിട്ട് നിൽക്കണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചെലവിലല്ല നിൽക്കണത്, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടം കൊണ്ടാണ്. നിങ്ങൾ അവിടുന്ന് ഓടിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു അവർക്ക്? ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, അവര് നേരിട്ട് പറഞ്ഞിട്ടില്ല, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പോഴും പറഞ്ഞു, ഞാൻ ഒരാളെ ചെലവിലല്ല നിൽക്കണത്, എന്റെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ നിൽക്കണത്, അതൊരാൾക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇല്ല എന്നുള്ളത്. അപ്പോ അവരൊന്നും പിന്നെ മിണ്ടിയിട്ടില്ല. എന്തായാലും ഞാൻ പറയുന്നത്, ഇത്രയേറെ രീതിയിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ഒരാളുടെ മാത്രം, ഇവരൊക്കെ ഈ പത്രസമ്മേളനം നടത്തിയവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് ഒരാളുടെ മാത്രം, നിങ്ങളുടെ മാത്രം ഒരു ക്രെഡിറ്റ് ആയിട്ട് മാറി നിൽക്കേണ്ടതല്ല. ഇത് കേരള സമൂഹത്തിന് മൊത്തമായിട്ട് മാറി നിൽക്കേണ്ട വിഷയങ്ങളാണ്. അതായത് ഇനി ഒരു അർജുനും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അത്തരം രീതിയിലേക്ക് ഒരാൾ കഷ്ടപ്പെട്ട് ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് ലോറി ഡ്രൈവർമാർക്ക് ഇത്തരം ഒരു അവസ്ഥ ഇനി മേലാൽ ഉണ്ടാവരുത്. കാര്യം അവിടെ കിടന്നുറങ്ങുന്ന രീതി വരെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം, എന്തുകൊണ്ട് അവിടെ കിടന്നുറങ്ങി എന്നുള്ളത്. ഒരു കാരണവശാലും നമ്മുടെ സഹോദരന്മാർക്ക്, അർജുൻ അടക്കമുള്ള സഹോദരന്മാർക്ക്, അർജുൻ അങ്ങനെ സംഭവിച്ചു പോയി, എന്തായാലും നമുക്ക് എന്താണ് സങ്കടപ്പെടാനേ പറ്റുള്ളൂ. കാര്യം ഇനി ഒരു കാരണവശാലും എൻ്റെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ ഞാൻ അറിയുന്ന ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ആളുകൾക്ക്, അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ഇത്തരം ഒരു സംഭവം സംഭവിക്കാതിരിക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു വിവാദപരമായ പരാമർശം. ബാബു ചേട്ടാ, ഈ അർജുനന്റെ അലയം കാരണം ഒന്നും അറിയാത്ത അച്ഛനമ്മമാര് വരെ ഇപ്പൊ തെറി കേട്ടുകൊണ്ടിരിക്കുക സമൂഹത്തിന് മുന്നിൽ. അത് സംഭവം വേറെ വിഷയമുണ്ട്. അത് നമ്മളിപ്പോ സംസാരിക്കുന്നത് തെറി, നമ്മള് നിങ്ങളെ തെറി പറയുന്ന ആളുകളല്ലേ, നിങ്ങളെ കോലം കണ്ട് തെറി പറയുന്ന ആളുകൾ, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ അവകാശങ്ങളാണ് ജനങ്ങളുടെ. അപ്പൊ എന്തായാലും ആർക്കും ഇത്തരം ഒരു ഗതി വരാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.